അപ്പോ നമുക്ക് വീണ്ടും എന്തെങ്കിലും ആ കെട്ടിനകത്തുണ്ടോ? എടുക്കാം സാർ. ആ കെട്ടട് 4.5 കിലോ വീട്ടിൽ ഇരിപ്പുണ്ട്. ബാലൻസ്. ഇനി എന്താണ്, ഏത് കീർത്തനമാണ് ഇനിയുള്ളത്? കീർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ എഴുതിയൊരു കവിതയുണ്ട് സാർ. കവിതയോ? കവിതയോ എഴുതുവോ? കവിയാണോ? പിന്നെ കവിത എഴുതുന്നുണ്ട് സാറേ. കൊച്ചിലെ പ്രേമലേഖനം എഴുതിയിട്ടുണ്ട്? ഉണ്ട്. അല്ല അതിലെന്തായാലും അതിൽ കവിതയായിട്ട് എഴുതിയോ അതോ വെറും ലേഖനമായിട്ട്? അല്ലല്ല, അതിനകത്ത് ലേഖനം മാത്രമേ ഉണ്ടായിരുന്നു. ലേഖനമുള്ളൂ, എഴുത്തേ ഉള്ളൂ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പാരഡികൾ എഴുതുമായിരുന്നു. പിന്നെ ഇതൊരു കാർട്ടൂൺ കവിതയാണ്. ആദ്യം ഇത് കേൾക്കാം, പിന്നെ പാരഡി കേൾക്കാം. അതിനകത്തുള്ളത് ഒരെണ്ണം. എൻ്റെ വലിയൊരു ആഗ്രഹം സാറ് ഇതൊന്ന് സംഗീതം ചെയ്തു തന്നാൽ വലിയ ഉപകാരമായിരുന്നില്ല. അടി കിട്ടത്തില്ലെങ്കിൽ ഞാൻ അതെന്റെ കരിമന്തികൾ കടുകു വറുത്ത നീലരാവിൽ എന്ന് തുടങ്ങുന്ന. കരിമന്തികൾ കടുകു വറുത്ത നീലരാവിൽ, പലകങ്ങൾ ചുരമാന്തിയ മോഹരാവിൽ, അതിരാവിലെ വരുമോ പ്രിയേ നിൻ സുരസുന്ദര പ്രാതലുമായി. ഓ, ഞാൻ തെറ്റിദ്ധരിച്ചു കേട്ടോ. അതിരാവിലെ വരുമോ സുരസുന്ദരി, ഇത് എന്തൊരു അതിരാവിലെ എന്ന് വിചാരിച്ചു. പ്രാതൽ ചാപ്പാടും കൊണ്ടുവരുമോ, ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുവരുമോന്ന്. ഏത്തവാഴക്കുലകൾ പോത്തു തിന്ന വേളയിൽ കാത്തു നിന്നുവോ സഖി നീ നിൻ മൂത്ത കുഞ്ഞുമായി. പാവല്ലേ അച്ഛന, എന്തൊരു സങ്കല്പമാണ്. പ്രാതൽ വന്നിരുന്ന ഏതോ ഒരു ചേച്ചി എവിടെയോ ഉണ്ട്. പിന്നെ വേറെ സാറേ, ഈ കവിത സാറൊന്ന് സംഗീതം ചെയ്താൽ. കുന്നിക്കുരുവിന് ചന്ദനം ചാർത്തിയ മഞ്ഞൾ കൃഷിക്കാരാ. ഈ മഞ്ഞൾ കൃഷിക്കാരൻ ഇന്നങ്ങ് പൊങ്ങുമല്ലോ. നിന്റെ പിഞ്ഞാണി പാത്രത്തിൽ കഞ്ഞി കുടിക്കുവാൻ മുഞ്ഞ കടം തരുമോ, ഒരു കെട്ട് പഞ്ഞി കടം തരുമോ. ഈ മുഞ്ഞാന്ന് പറഞ്ഞ ഈ വയലിലെല്ലാം ഉണ്ടാകുന്ന ഇതാ സാറേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ പിക്കാസോ എന്നൊക്കെ പറഞ്ഞുള്ള ആധുനിക ചിത്രകാരന്മാരുണ്ട്, അത്യന്താധുനിക. അവന്മാർക്കൊരു പണിയാ. അല്ല, അവരൊരു പടം വരയ്ക്കും, നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് ഒന്നും മനസ്സിലാവും. അതും ഇതും ചതുരവും വട്ടവും ഒക്കെ ആയിരിക്കും. അതിന് അവാർഡും കിട്ടും. അതിന് എന്താണ് നാഷണൽ അവാർഡും പിന്നെ പത്മശ്രീയും പത്മഭൂഷണവും ഒക്കെ കൊടുക്കും. 5 കോടി രൂപയ്ക്ക് വാങ്ങിച്ചോണ്ട് പോകാനും ആളുണ്ട്. ഇപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്നവരുടെ കണ്ണിലാണ് അത് ആസ്വാദനം. ഇതേ ഒരു ബുദ്ധി രാക്ഷസനാണ്. കാരണം ഇത് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് ഇത് ഹിറ്റായി കഴിഞ്ഞാൽ കേന്ദ്ര അവാർഡ് മാത്രമല്ല 5-6 കോടി രൂപയ്ക്ക് വാങ്ങിക്കാനും ആള് പുസ്തകം ഇറക്കും. അല്ല, എനിക്കൊരു 2-3 കവിത കടം തരും വൈറലാവാനാ. അപ്പൊ ഇതൊന്ന് കേൾക്കാം. കുന്നിക്കുരുവിനു ചന്ദനം ചാർത്തിയ മഞ്ഞൾ കൃഷിക്കാരാ, നിന്റെ പിഞ്ഞാണി പാത്രത്തിൽ കഞ്ഞി കുടിക്കുവാൻ മുഞ്ഞ കടം തരുമോ, ഒരു കെട്ടു കഞ്ഞി കടം തരുമോ. കുന്നിക്കുരുവിനു ചന്ദനം ചാർത്തിയ മഞ്ഞൾ കൃഷിക്കാരാ, നിന്റെ പിഞ്ഞാണി പാത്രത്തിൽ കഞ്ഞി കുടിക്കുവാൻ മുഞ്ഞ കടം തരുമോ, ഒരു കെട്ടു പഞ്ഞി കടം തരുമോ. അടുത്തത്. തിങ്കൾ കലമാനെ തണ്ണിയടിക്കുവാൻ വിണ്ണിന്റെ ടച്ചിങ്സ് ഉണ്ടോ, തിങ്കൾ കലമാനെ തണ്ണിയടിക്കുവാൻ വിണ്ണിന്റെ ടച്ചിങ്സ് ഉണ്ടോ, പൂഞ്ഞാറ്റിൽ നിന്നുള്ള പൂവാലിക്കോഴിക്ക് മേൽമീശയേറെയുണ്ടോ, ഒരു കെട്ടു മീശ കടം തരുമോ, ഒരു കെട്ടു ബീഡി കടം തരുമോ. കാർട്ടൂൺ കവിതകൾ എന്ന് പറഞ്ഞാൽ സാറേ, നമ്മള് ഇത് കവിതയാണോ എന്ന് കേൾവിക്കാരിൽ ഒരു അർത്ഥമില്ലാത്ത വാക്കുകളൊക്കെ ആണ് സംഗതി. എങ്കിലും ഇച്ചിരി കട്ടിയുള്ള വാക്കുകളൊക്കെ ഇട്ട് അഴിച്ചു കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് കേൾക്കുന്നവർക്ക് ഇതൊരു കവിത പോലെ തോന്നും. പക്ഷെ ഇത് കവിതയൊന്നുമല്ല. കന്നിപ്പൂമാനം എന്നൊരു പാട്ട് കേൾക്കുന്നുണ്ട്. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ. അതിന്റെ ഒരു ഇൻസ്പിറേഷൻ ആണല്ലേ. അത് നമ്മളൊക്കെ ഈ ടച്ചിങ്സ് എന്ന് പറയുമ്പോ വേറൊരു രീതിയില് ഈ ആകാശത്ത് എന്തോ ടച്ചിങ്സ് ഭാവനയാണ്.
അഞ്ജന ഭാവനെ ചോദ്യം ചെയ്തു. ഇല്ല